വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഈ ഡേ ക്യാൻഡലിലെ ഹൈ ആണ്. ഈ ഡേ ക്യാൻഡലിലെ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മാർക്ക് ചെയ്യുന്നത് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയനെയാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. കുറച്ച് ഭാഗം എടുക്കാനുണ്ട്. അപ്പം അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. അപ്പോൾ അതാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് അനാലിസിസ് ചെയ്യാം. 1 അവറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇംബാലൻസ് ഏരിയ ആണത്. ആ ഒരു ഇംബാലൻസ് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ ഈ ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് അവിടെ റീടെസ്റ്റ് നടത്തിയ ഏരിയ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി അവിടേക്ക് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി വീണ്ടും താഴോട്ടേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇത്. അത് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടേക്ക് നോക്കിയാൽ കാണാം കറക്റ്റ് ആ ഏരിയയിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയത്. ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ടുണ്ട്. 1, 2, 3 മൂന്നാമത്തെ ടച്ചിലാണ് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുക തന്നെയാണ്. നേരത്തെ നമ്മൾ വരച്ചു വെച്ചൊരു ഹൈ ആയിരുന്നു, ഡേ ഹൈ ആയിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യുക തന്നെയാണ് ആദ്യത്തെ സാധ്യത. അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കൂടി വളരെ കൂടുതലാണ്. അങ്ങനെ ഈ 50 മിനിറ്റ്സിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇനി നമുക്ക് ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് പല തവണ വന്നിട്ട് റെസ്റ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒന്ന് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എവിടേക്കെങ്കിലും ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു ബൈ എൻട്രി ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം, സെക്കൻഡ് ടാർഗറ്റ് ഈ പറഞ്ഞ ഏരിയയിലേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത. അതുപോലെ തന്നെ ഒരു സെൽ എൻട്രിക്കും ഇവിടെ നിന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം സെൽ എൻട്രിക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നല്ലൊരു രീതിയിലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ മാത്രം പോരാ, ഒരു പാറ്റേൺ കൂടി ക്രിയേറ്റ് ചെയ്യണം. പാറ്റേൺ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് വന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് സെൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ സെൽ എൻട്രിക്ക് നമുക്ക് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇപ്പം നിൽക്കുന്ന ഏരിയ, അതായത് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് റീടെസ്റ്റ് ആയിരിക്കണം. അങ്ങനെ വീക്ക് റീടെസ്റ്റ് വന്നതിന് ശേഷം ഒരു മൊമെന്റും കൂടി മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രിയും കൂടി ഉണ്ട്. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏരിയയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു ഇംബാലൻസിലേക്കോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 3 എൻട്രി സാധ്യതകളുള്ളത്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇംബാലൻസിൽ വന്നിട്ടോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു സപ്ലൈ ഏരിയയിൽ വന്നിട്ടോ ആണ്. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് വന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യണം. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കൺസോളേഷൻ ചെയ്തിട്ട് ഒരു മൂവ്മെന്റ് തരിക, താഴോട്ടേക്ക് ഒരു മൂവ്മെന്റ് തരിക മാത്രം പോരാ, മുകളിലേക്ക് ഒരു വീക്ക് റീടെസ്റ്റ് ആയിരിക്കണം. അങ്ങനെ വീക്ക് റീടെസ്റ്റ് ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരു മൂവ്മെന്റ്, 2 തവണ മൂവ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിന്റെ താഴെ നല്ലൊരു ക്യാൻഡിൽ ക്ലോഷർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് ഒരു എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു എൻട്രി സാധ്യതയുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഏരിയ ആണ്, സെക്കൻഡ് ടാർഗറ്റ് ഈ ഏരിയ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ 4 എൻട്രി സാധ്യതകൾ US ഓയിലിൽ പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയാസിൽ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.